കേരളത്തിലെ CPM-ഉം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വിശദീകരിക്കണം. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം. കേരളത്തിലെ ഗവൺമെൻറ്റുമായും CPM-ഉമായും ബന്ധപ്പെട്ട് ഉള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ആണ് ഈ കത്തിലൂടെ ഒരു വ്യവസായി, ഇവരൊക്കെയായിട്ട് ബന്ധമുള്ള ആളാണ്, ആരോപണ വിധേയനായ വ്യവസായിയുമായിട്ടും ഇവർക്കെല്ലാം ബന്ധമുള്ളതാണ്. മധുരൈ പാർട്ടി കോൺഗ്രസിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ വന്നപ്പോൾ പരാതിക്കാരനായ വ്യവസായി ഇടപെട്ടിട്ടാണ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നാണ് പറയുന്നത്. മധുരൈ പാർട്ടി കോൺഗ്രസിലെ പ്രത്യേക പ്രതിനിധിയാകാൻ ഈ വ്യക്തിക്ക് എന്താണ് ബന്ധമുള്ളത്? എന്താണ് സംഘടനാപരമായി CPM-ഉമായോ അവരുടെ പോഷക സെക്രട്ടറികളുമായോ ഉള്ള എന്ത് മുൻകാല ബന്ധമാണ് ഈ ആരോപണ വിധേയനായ വ്യക്തിക്കുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും എന്തു പങ്കാണുള്ളത്? CPM-ന്റെ ആരും കാണാത്ത ഒരു മുഖം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞേ മതിയാവും. എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് മൂടിവെച്ചു? ഈ ആരോപണത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തമാകണം. ഈ കത്ത് ചോർത്തി എന്നാണ്, ഔദ്യോഗിക രേഖയാക്കി ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുകയാണ് കത്ത്. അപ്പോൾ കത്തിനൊരു ആധികാരികതയുണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാര്യം എന്താ? ആരോപണ വിധേയനായ ആൾ തന്നെയാണ് കത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അയാൾ പറയുന്നില്ല ഇത് ഇല്ലാത്ത കത്താണല്ല, ഇതുള്ള കത്താണെന്നാണ് ആരോപണ വിധേയൻ പറയുന്നത്. അപ്പോൾ ആരോപണകർത്താവ് ഈ കത്ത് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ. അതവർ മൂടി വെച്ചു. സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടത് മൂടി വെച്ചു. ഇപ്പോൾ ഇത് പുറത്തായതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് വിവാദമായിരിക്കുന്നത്. ആരോപണകർത്താവ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്താണ് പങ്ക്, അയാൾക്ക് എന്താണ് ഈ സാമ്പത്തിക ഇടപാടിൽ പങ്ക്? ഇത് റിവേഴ്സ് ഹവാല ഇടപാടാണ് നടന്നിരിക്കുന്നത്, അതാണ് ആരോപണം. അപ്പോൾ അതിലെന്ത് പങ്കാണ് ഇദ്ദേഹത്തിനുള്ളത്? പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരുന്ന കത്തിൻ്റെ കോപ്പി എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ കയ്യിൽ എത്തുന്നത്? അപ്പോൾ ദുരൂഹതയാണ് മുഴുവൻ. ആ ദുരൂഹത പാർട്ടി തന്നെ വെളിപ്പെടുത്തിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിട്ട്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയല്ലേ, പോളിറ്റ് ബ്യൂറോയിൽ കിട്ടിയ കത്തല്ലേ. കേരളത്തിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നിരവധി, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നത്, നിരവധി CPM നേതാക്കന്മാരുടെ പേര് ഈ കത്തിലുണ്ട്. അത് അന്നത്തെ കാലത്തുള്ള CPM നേതാക്കളുടെ ബന്ധമാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി CPM നേതാക്കൾക്ക് ഈ വ്യക്തിയുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ആരെയും പേര് പറയുന്നില്ല, വരട്ടെ, പുറത്തു വരട്ടെ. കത്തിലുണ്ടല്ലോ എല്ലാം. അറിയപ്പെടുന്ന CPM നേതാക്കന്മാരായ ധാരാളം ആളുകളുടെ പേരുകൾ ഈ കത്തിലുണ്ട്. സാമ്പത്തിക ഇടപാട് നടത്തിയതായിട്ടാണ് ഈ കത്തിലുള്ളത്. ഇയാളുമായിട്ട് എന്ത് സാമ്പത്തിക ഇടപാടാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് നടത്തിയിട്ടുള്ളത്? അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടോ? ഇതൊരു കടലാസ് കമ്പനി രൂപീകരിച്ചിട്ടാണ് ഈ ഇടപാട് നടക്കുന്നത്. പുറത്തു വരട്ടെ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കത്തിലുള്ളത്. പുറത്തു വരട്ടെ, എന്താണെന്നുള്ളതിൻ്റെ മറുവശം കൂടി പറയട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോവാം.
കോടതിയുടെ പരാമർശം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനായിട്ട് സർക്കാർ നീക്കം നടത്തുക, ഹൈക്കോടതിയിൽ ഹർജി നൽകിയ വാർത്ത വന്നിട്ടുണ്ട്. അല്ല, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കോടതി വിധിയിലുള്ളത്. വഴിവിട്ട് സ്വജനപക്ഷപാതം കാട്ടി ADGPയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നാണ്. മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, അദൃശ്യ ശക്തികളാണ്. ഞങ്ങൾ പറയാറുള്ളതാണ് അദൃശ്യ ശക്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ ആരോപണം. കോടതിക്ക് ഉപജാപക സംഘം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അദൃശ്യ ശക്തി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളുണ്ട്. ഈ കേസുമായിട്ടും അവർക്ക് ബന്ധമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കേസുമായിട്ടും അതിലുകൊണ്ട് ഈ അദൃശ്യ ശക്തികൾ അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വഴിവിട്ട കാര്യങ്ങൾ, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരു ആരോപണം ഞാൻ ഉന്നയിച്ച ആരോപണമാണ് അദ്ദേഹത്തെക്കുറിച്ച്. RSS നേതാവ് ഹൊസബളയുമായി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ച നടത്തി. അതാണ് ഒരു ആരോപണം. ആദ്യം നിഷേധിച്ചു അല്ലേ, പിന്നെ ശരിവെച്ചു. രണ്ടാമത് പൂരം കലക്കിയത് നേതൃത്വം കൊടുത്തത് ഈ ഉദ്യോഗസ്ഥനെ വെച്ചിട്ടാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള BJPയും CPMുമായിട്ടുള്ള അവിഹിത ബാന്ധവത്തിൻ്റെ ഭാഗമായി അവിടെ പൂരം കലക്കുകയും രക്ഷകന്റെ റോളിൽ സുരേഷ് ഗോപിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും ഈ ഉദ്യോഗസ്ഥനാണ്. രണ്ട് കാര്യങ്ങളിൽ വഴിവിട്ട് മുഖ്യമന്ത്രിയെ സഹായിച്ച ആളാണ്. അതുകൊണ്ടാണ് വഴിവിട്ട് അയാളുടെ കേസിൽ അയാളെ സംരക്ഷിക്കുന്നത്. അത് കോടതിയുടെ വിധിയിൽ ക്ലിയറാണ്. ആ ഫൈൻഡിങ് ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്തുകൊണ്ട് ഇയാൾക്കെതിരായ കേസുകൾ തള്ളിക്കൊണ്ടുള്ള അതിൻ്റെ റീസണിങ്ങിൽ തന്നെ അത് വ്യക്തമാണ്. ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് നോർമൽ കേസിൽ വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് സാധാരണ കോടതി സ്വീകരിക്കും. വളരെ അപൂർവം കേസുകളിലാണ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ വഴിവിട്ട് വിജിലൻസിനെ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കോടതി പോട്ടെ. പക്ഷേ ഞങ്ങളുടെ ചോദ്യം, KM മാണിയെക്കുറിച്ച് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് കമൻറ്റ് പറഞ്ഞപ്പോൾ KM മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരായി ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. രാജി പോയിട്ട് മിണ്ടാട്ടം പോലുമില്ല, സംസാരം പോലുമില്ല, മറുപടി പോലുമില്ല, ഒരക്ഷരം പറഞ്ഞിട്ടില്ല, മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുക. കേസ് അന്വേഷിച്ച DYSP വളരെ പക്ഷപാതപരമായി തന്നെ അന്വേഷിച്ചെന്ന് കോടതി പറയുന്നു. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടാൻ എന്താണ് അവകാശം? ഭരണഘടനാപരമായ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അവകാശം എന്താ നിയോഗിക്കുന്നു? ഇതെല്ലാം ചോദിച്ചു. അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല, ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടിട്ടുണ്ട്. അതാണ് ക്ലിയർ ആയിരിക്കണം. അന്വേഷണത്തിൽ എങ്ങനെ മുഖ്യമന്ത്രി ഇടപെടാൻ പാടില്ലല്ലോ. പരാതിക്കാരന്റെ ഭാഗമൊന്നും കേട്ടിട്ടില്ല എന്ന് പരാതി ഉണ്ടല്ലോ, അല്ലെ? കോടതി നിരീക്ഷണം കോടതി അത് രേഖയിൽ നിന്ന് മാറ്റാൻ സർക്കാർ പറയുമ്പോൾ അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. അതിപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുകയാണ്, ഗവൺമെന്റിനെതിരായിട്ട്, വിജിലൻസിനെതിരായിട്ട്.